തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ നേരത്തെ പുറത്തിറക്കുന്നു. എന്നാൽ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അപ്പോളോ ആശുപത്രിയിൽ നിന്നും ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുതന്നെയാണ് ഇപ്പോഴത്തെ ഒരു വലിയ ആശങ്കാജനകമായ ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അവരെ ചികിത്സിക്കുന്ന ലണ്ടനിലെ ഡോക്ടറായ റിച്ചാർഡ് ബെയിൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തും സംഭവിക്കാം എന്ന തരത്തിൽ. ഏതായാലും എഗ്മോയുടെ സഹായത്തോടു കൂടിയാണ് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. എന്നാൽ 6 മണിയോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന തരത്തിലൊരു ട്വീറ്റ് സുബ്രഹ്മണ്യ സ്വാമി, മുതിർന്ന BJP നേതാവും തമിഴ്നാട്ടിലെ മുതിർന്ന നേതാവുമായ സുബ്രഹ്മണ്യ സ്വാമി ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 6 മണിയോടുകൂടി AIDMK MLA-മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് AIDMK ആസ്ഥാനത്ത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ 6 മണിയോടുകൂടി എന്തോ ഒരു പ്രഖ്യാപനം, വലിയ ഒരുപക്ഷെ ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്ത ഉണ്ടാകും എന്ന തരത്തിലാണ് സൂചനകൾ. സിജുവിലേക്ക് പോവുകയാണ്. സിജു, ജയലളിതയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നിരിക്കുന്നു. ആശങ്കയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനും അതോടൊപ്പം തന്നെ റിച്ചാർഡ് ബെയ്ലിയുടേതായ കുറിപ്പുകൾ വന്നിരിക്കുന്നത്. ജയലളിതയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് വന്നിരിക്കുന്നു. നേരത്തെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സംഗീത റെഡ്ഡിയുടേതായ ട്വീറ്റ് പുറത്തു വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: എല്ലാവിധ ശ്രമങ്ങൾക്കൊടുവിലും ജയലളിതയുടെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് പറഞ്ഞത്. അവർ വളരെ പെട്ടെന്ന് തന്നെ ട്വീറ്റ് പിൻവലിക്കുകയും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണമാണ് പ്രതീക്ഷിക്കേണ്ടത്. ഒരുപക്ഷെ എന്ത് തരം വാർത്തയായാലും അതാദ്യം സംസ്ഥാനത്തിന്റെ നാഥൻ എന്ന തരത്തിലേക്ക് ഗവർണർ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകേണ്ടതുണ്ട്. മാത്രവുമല്ല, AIDMK-യുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള വിശദീകരണവും ഇതുവരെ വന്നിട്ടില്ല. ഒരു പ്രഖ്യാപനമോ ഒരു പ്രസ്താവനയോ ഒരു വാർത്താക്കുറിപ്പ് പോലും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും അല്പം മുമ്പ് അപ്പോളോ ആശുപത്രിയിൽ AIDMK-യുടെ MLA-മാർ യോഗം ചേർന്നു. അതിനുശേഷം ഇന്ന് 6:15 റോയൽപേട്ടയിലെ AIDMK-യുടെ ആസ്ഥാനത്ത് എല്ലാ MLA-മാരോടും പാർട്ടി MLA-മാരോട് എത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അല്പം മുമ്പ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ഗവർണർ വിദ്യാസാഗർ റാവുവും അതോടൊപ്പം തന്നെ വനിതാ മന്ത്രിയായ വളർമതി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരം നൽകാൻ കഴിയുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേന്ദ്ര മന്ത്രി വെങ്കയ്യ നായിഡുവിനെ സംസ്ഥാനത്തേക്ക് അയച്ചിരിക്കുകയാണ്. അദ്ദേഹം വെങ്കയ്യ നായിഡു ഇപ്പോൾ ചെന്നൈയിൽ എത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഒരു എല്ലാവിധ, അതായത് ഏതു വാർത്തയും നേരിടാൻ തയ്യാറാകണം എന്ന തരത്തിലൊരു സൂചനയാണ് ചെന്നൈയിൽ നിന്ന് പുറത്തു വരുന്നത്. നിലവിൽ 9 കേന്ദ്രസേനയെ അടക്കം വിന്യസിച്ചിരിക്കുന്നു. അല്പം മുമ്പാണ് ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറായ ഉത്തരവ് നമുക്ക് ലഭിച്ചത്. ആ ഉത്തരവിൽ പറയുന്ന, അതിന്റെ കുറിപ്പ് നമുക്ക് ലഭിച്ചു. അതിൽ പറയുന്ന ഇപ്രകാരമാണ്: അവധിയിൽ പോയിരിക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേഷനുകളിൽ ഹാജരാകണം, മാത്രമല്ല പോലീസ് വാഹനങ്ങൾ സജ്ജമാക്കി നിർത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല CISF-ന്റെ BSF-ന്റെ അടക്കമുള്ള ഡയറക്ടർ ജനറൽമാർ ഇപ്പോൾ ചെന്നൈയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ ചെന്നൈയിൽ അതോടൊപ്പം 6 മണിയോടുകൂടി ഒരു പ്രഖ്യാപനം, ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മുൻ ജനതാ പാർട്ടി നേതാവായ സുബ്രഹ്മണ്യം സ്വാമിയുടെ ട്വീറ്റ് കൂടി വന്നിരിക്കുന്നു. നമുക്കറിയാം, സുബ്രഹ്മണ്യം സ്വാമി കൊടുത്ത കേസിന്റെ തുടർന്നാണ്, 96-ൽ കൊടുത്ത കേസിനെ തുടർന്നാണ് ജയലളിതയ്ക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിത 40 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ജയലളിത ജയിലിൽ കിടന്നതിന് ശേഷം ഭരണരംഗത്ത് അധികം സജീവമായിരുന്നില്ല. ആരോഗ്യനില ഏറെ വഷളായിരുന്നു. പക്ഷേ എന്താണ് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി എന്നതിനെ സംബന്ധിച്ചറിയാൻ സംസ്ഥാന ജനങ്ങൾക്ക് പോലും അവകാശമുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ, അത്തരത്തിലൊരു വാർത്തകളോ യാതൊരു വിശദീകരണവും ആരും നൽകിയിരുന്നില്ല എന്ന് വേണം പറയേണ്ടിയിരിക്കുക. സെപ്റ്റംബർ 22-ാം തീയതി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജയലളിതയ്ക്കുള്ള യഥാർത്ഥ അസുഖം എന്താണ്? അല്പം മുമ്പ് വൈക്കോ മാധ്യമങ്ങളോട് പറഞ്ഞത് സെപ്റ്റിസീമിയ എന്ന് പറയുന്ന അസുഖം ജയലളിതയെ ബാധിച്ചിരുന്നു എന്നാണ്. സെപ്റ്റിസീമിയ എന്ന് പറയുന്നത് അതായത് ബ്ലഡ് സ്ട്രീമിൽ ബാക്ടീരിയയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ വരുന്ന രോഗാവസ്ഥ. അത് വന്നു കഴിഞ്ഞാൽ 99.9% ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ജയലളിത ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അവർ ഇനിയും ഒരുപക്ഷെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് വൈക്കോ തന്നെ പറഞ്ഞത്. പക്ഷേ അതോടൊപ്പം തന്നെ പറഞ്ഞു, ഏതായാലും ജയലളിതയ്ക്ക് മെഡിക്കൽ മേഖലയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ തന്നെയാണ് ഇപ്പോൾ ജയലളിതയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലോക പ്രശസ്ത ഈ വിദഗ്ധൻ തന്നെ, പൾമണോ വിദഗ്ധനായ റിച്ചാർഡ് ബെയ്ലി തന്നെ, ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിലും മെച്ചപ്പെട്ടൊരു ചികിത്സ ജയലളിതയ്ക്ക് നൽകാനാകില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇനി എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം, പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് റിച്ചാർഡ് ബെയ്ലി കൂടി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും സംസ്ഥാനം
ഒരു വലിയ ഒരു പക്ഷേ ഒരു ദുഃഖകരമായ വാർത്തയ്ക്ക് കാത്തിരിക്കുന്നു എന്ന് ഒരു ഭാവം വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം. ഏതായാലും ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന. അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി, ജയലളിതയുടെ പിൻഗാമി ആര് എന്ന തരത്തിൽ തന്നെയുള്ള വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ നമുക്കറിയാം, ജയലളിത ഒരു കാലത്തും ഒരു രണ്ടാം നിര നേതൃത്വത്തെ തമിഴക ADMKയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. എപ്പോഴും ആജ്ഞാനുവർത്തികളെ മാത്രം സൃഷ്ടിച്ച ജയലളിത എപ്പോഴൊക്കെ അധികാര സ്ഥാനത്ത് മാറി നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പനീർസെൽവത്തിനെ മാത്രമാണ് അധികാര സ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവരാൻ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ജയിലിലായിരുന്നപ്പോൾ പോലും പനീർസെൽവമാണ് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിച്ചിരുന്നത്. ആ പനീർസെൽവം പോലും ജയലളിതയുടെ ആജ്ഞാനുവർത്തിയായി, ജയലളിതയുടെ മുഖ്യമന്ത്രി കസേരയിൽ പോലും കയറിയിരിക്കാൻ മടി കാണിച്ചിട്ടുള്ള ഒരു ആജ്ഞാനുവർത്തിയായ പനീർസെൽവം, ആ പനീർസെൽവം തന്നെ ആകുമോ ജയലളിതയെ പിൻഗാമി എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു സൈഡിൽ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് ജയലളിതയ്ക്ക് എങ്ങനെ ഹൃദയസ്തംഭനം ഉണ്ടായി, സംസാരിക്കാൻ വരെ എന്ന നിലയിൽ തന്നെ ആരോഗ്യം മെച്ചപ്പെട്ട ജയലളിതയ്ക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഹൃദയസ്തംഭനം വന്നു എന്ന തരത്തിൽ മറ്റൊരു വിഭാഗം ചോദിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ തമിഴ്നാട് ഒരു വാർട്ടോൺ, ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ തന്നെ എന്ന് പറയാം. ജയലളിതയ്ക്ക് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ, അവരുടെ ഭാഷയിൽ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ തമിഴ് മക്കൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് പറയാൻ കഴിയില്ല. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ അവർ സ്വയം ഒരു നശിപ്പിക്കുന്നതോടൊപ്പം മറ്റ് വസ്തുവകളും പൊതു മുതൽ അടക്കം നശിപ്പിക്കുന്ന തരത്തിലേക്കും അവരുടെ വികാരം വളരാറുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാകണം സംസ്ഥാന പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്രസേനയും സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി നിലയുറപ്പിച്ചിട്ടുണ്ട്. ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർ അല്പം മുമ്പാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക്, സൂപ്രണ്ടുമാർക്കടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏത് സാഹചര്യവും നേരിടാൻ പോലീസ് സേന സജ്ജമായിരിക്കണം. അവധിയിൽ പോയ ഉദ്യോഗസ്ഥർ തിരികെ ജോലിയിൽ പ്രവേശിക്കണം. പോലീസ് വാഹനങ്ങൾ അടക്കം സജ്ജമാക്കിയിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്തെ DGP ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിർത്തി ജില്ലകളിലടക്കം സുരക്ഷ ശക്തമാക്കണം, എല്ലാ പോലീസ് സംവിധാനവും മെച്ചപ്പെടുത്തി സുരക്ഷ ശക്തമാക്കിയിരിക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു വാർത്ത 6 മണിക്ക്, ഒരു പക്ഷേ സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞതുപോലെ 6 മണിക്ക് പ്രേക്ഷകർ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം, സംസ്ഥാനത്തെ തമിഴ് മക്കൾ ഒരു 6 മണിക്ക് ഒരു വാർത്ത പ്രതീക്ഷിക്കുന്നുണ്ട്. 6:15 കൂടി ADMKയുടെ MLA-മാർ റോയൽപേട്ടയിലെ പാർട്ടി ആസ്ഥാനത്ത് യോഗം ചേരാനിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പ്രേക്ഷകരോട് നമുക്ക് അറിയിക്കാൻ കഴിയുന്നത് ജയലളിതയുടെ, തമിഴ് മക്കളുടെ, പുരട്ചി തലവിയുടെ, തമിഴ് മക്കളുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ്. ഹൃദയസ്തംഭനത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജയലളിതയുടെ ജീവൻ നിലനിൽക്കുന്നത് യന്ത്രസഹായത്താലാണ്. ECMO എന്ന് പറയുന്ന യന്ത്രസഹായത്താലാണ്. ഒരേ സമയം ഹൃദയത്തിൻ്റെയും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനങ്ങൾ യന്ത്രം നിർവഹിക്കുന്ന അവസ്ഥയിലാണ് ജയലളിത. ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്നതും ശ്വാസകോശം ഓക്സിജൻ വേർതിരിക്കുന്നതും രക്തത്തിലേക്ക് ഓക്സിജൻ കടത്തിവിടുന്നതുമെല്ലാം യന്ത്രമാണ് എന്ന തരത്തിലാണ്. ആ ഒരു അവസ്ഥയിലൂടെയാണ് ജയലളിത ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പ്രഖ്യാപനം അതെന്തായാലും ജയലളിതയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്തായാലും വളരെ ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്കാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കഠിന ശ്രമം ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലൊക്കെ നേരത്തെ വന്ന റിപ്പോർട്ടുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ, അതായത് ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി തമിഴ്നാടിനെ സജ്ജമാക്കുകയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? സൗമ്യ, അത്തരത്തിൽ തന്നെ വായിച്ചെടുക്കേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തെ നേരിടാൻ സംസ്ഥാനം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണ് എന്ന ഒരു റിപ്പോർട്ടാണ് ഗവർണർ വിദ്യാസാഗർ റാവു കേന്ദ്രത്തിന് അയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതായത് 2 രീതിയിലാണ് അവിടെ സുരക്ഷയെ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന്, കേന്ദ്രസേനകൾ അധികമായി കമ്പനികളെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് സംസ്ഥാനത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രംഗങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ അതായത് ഒരു ദുഃഖകരമായ വാർത്ത വരികയാണെങ്കിൽ അതിനെ പ്രശ്നങ്ങളില്ലാതെ, ക്രമസമാധാന പ്രശ്നങ്ങൾ രൂക്ഷമാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം സംസ്ഥാന ഗവൺമെന്റും ഭരണകൂടം, ജില്ലാ ഭരണകൂടങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ. ഏതായാലും ഏത് തരം സാഹചര്യത്തെ നേരിടാൻ സംസ്ഥാനം സജ്ജമാണ്, ക്രമസമാധാന നില ഭദ്രമാണ് എന്ന റിപ്പോർട്ട് വിദ്യാസാഗർ റാവു കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ചിട്ട് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഇപ്പോൾ സംസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സ്ഥിതികൾ, അതായത് മൊത്തത്തിലുള്ള സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി, സിറ്റുവേഷൻ വിലയിരുത്തിക്കൊണ്ട് വെങ്കയ്യ നായിഡുവും അതോടൊപ്പം തന്നെ ഗവർണറും ഒരു കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സുബ്രഹ്മണ്യം സ്വാമിയുടെ വാക്കുകളെ കൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞിരിക്കുന്നത് 6 മണിയോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ്. അതിൻ്റെ സൂചനകൾ 6 മണിക്ക്
സംസ്ഥാനത്തെ ജനത കാതോർത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനം അതിന് സജ്ജമാകാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ നേരത്തെ അടപ്പിച്ചു, സർക്കാർ ഓഫീസുകൾ നേരത്തെ പ്രവർത്തനം അവസാനിപ്പിച്ചു. എല്ലാവരും വീടുകളിലേക്ക് പോകുക, മടങ്ങുക എന്നൊരു വളരെ ഹിഡനായ ഒരു സൂചന ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ആ വാർത്തയ്ക്ക് ഏത് തരത്തിലുള്ള ഈ വാർത്തയായാലും, അതായത് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഏത് വാർത്തയ്ക്കും തമിഴ് ജനതയോടൊപ്പം ദേശീയ നേതാക്കളും ദേശീയ ജനതയും കാതോർത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. ദേശീയ രാഷ്ട്രീയത്തിലടക്കം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർത്തപ്പെട്ട ഒരു നേതൃത്വം ജയലളിത. സ്വത്ത് സമ്പാദന കേസിലായാലും അഴിമതി കേസിലായാലും കുപ്രസിദ്ധി ആർജിച്ചെങ്കിൽ പോലും തമിഴ് മക്കളുടെ മനസ്സിലേക്ക് ഒരു പ്രതിഷ്ഠ നേടിയ ജയലളിത സിനിമയിൽ വെള്ളിത്തിരയിലൂടെ തമിഴക രാഷ്ട്രീയത്തിലേക്കും എംജിആറിന്റെ മനസ്സിലേക്കും കടന്നുകൂറിയ ജയലളിത പിന്നീട് അതായത് ജയലളിത എംജിആറിന്റെ മരണ കിടക്കയ്ക്ക് അടുത്തു നിന്ന് AIDMK പ്രവർത്തകർ തവിട്ടി പുറത്താക്കിയ ജയലളിത, നിയമസഭയിൽ നിന്ന് സാരി പോലും വലിച്ചു കീറപ്പെട്ട് പുറത്താക്കപ്പെടേണ്ടുന്ന ജയലളിത, അങ്ങനെ ഒരു പ്രതികാരത്തിന്റെ ഒരു ചരിത്രം കൂടി ജയലളിതയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് ജയലളിത നിയമസഭ ഒരിക്കൽ DMK പ്രവർത്തകരാൽ അപമാനിതയായി പുറത്താക്കപ്പെട്ടു പോയ ജയലളിത അന്ന് പറഞ്ഞത്, ഞാൻ ഇനി ഇവിടെ നിയമസഭയിൽ വരുന്നുണ്ടെങ്കിൽ അത് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ ജയലളിത, അവർ അങ്ങനെ തിരിച്ചു വന്ന ഒരു ചരിത്രവും കൂടി ജയലളിതയ്ക്കുണ്ട്. അങ്ങനെ AIDMK പ്രവർത്തകരാൽ DMK പ്രവർത്തകരാൽ അപമാനിതയാക്കപ്പെട്ട ജയലളിത വളരെ ശക്തിയോടുകൂടി തമിഴക രാഷ്ട്രീയത്തിലെയും AIDMK രാഷ്ട്രീയത്തിലേക്കും തിരിച്ചു വന്ന ഒരു ജയലളിത. അതിനുശേഷം 3 തവണയോളം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അധികാരത്തിലിരുന്ന ജയലളിത എപ്പോഴൊക്കെ അധികാരത്തിലിരുന്നോ അന്നൊക്കെ വിവാദങ്ങളുടെയും കൂടപ്പുറം വിവാദങ്ങളുടെ തോഴി കൂടിയായിരുന്ന ജയലളിത. ആരോഗ്യ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലും ഇതാ ജയലളിത സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പിന്നീട് ആഴ്ചകൾക്ക് മുമ്പ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ ഒരു ജയലളിത. ഇത്തരത്തിൽ നേരത്തെ വൈക്കോ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റിസീമിയ എന്ന് പറയുന്ന അതീവ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ജയലളിത, അങ്ങനെയുള്ള ജയലളിത വീണ്ടും മടങ്ങി വരുമെന്നാണ് ജയലളിത. ഈ ഒരു ഘട്ടത്തിലൊക്കെ പനീർശെൽവത്തിന്റെ അടക്കം, നേരത്തെ പനീർശെൽവമായാലും മറ്റേ AIDMK ഒപ്പമുണ്ടായിരുന്ന ശശികലയൊക്കെ ആയാലും ഒക്കെ തന്നെയും പറയുന്ന ഒരു കാര്യം, അത് ഇപ്പോൾ എത്രത്തോളം ഒരു പ്രാധാന്യത്തോടുകൂടി എടുക്കണം. പ്രത്യേകിച്ച് നേരത്തെ സിജു സൂചിപ്പിച്ച പോലെ സെപ്റ്റിസീമിയ പോലെയുള്ള ഒരു കണ്ടീഷനിലിരുന്ന ഒരാൾ ജീവിതത്തിലേക്ക് റിക്കവർ ചെയ്ത് പൂർണ്ണമായും റിക്കവറായി എത്തിയിട്ട് വീണ്ടും പെട്ടെന്ന് എങ്ങനെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു പാനിക് സിറ്റുവേഷനുമായി ബന്ധപ്പെടുത്തി കൂടി വേണോ, അങ്ങനെ ഒരു വൈകാരികമായ ഒരു തലത്തിൽ നിന്ന് കൂടി വേണോ അതിനെ വിലയിരുത്താൻ? അത് ഒരേ സമയം വൈകാരികമായി വിലയിരുത്തേണ്ടതോടൊപ്പം തന്നെ AIDMK രാഷ്ട്രീയ നേതൃത്വത്തിലുണ്ടായ ഒരു ഭിന്നിപ്പിനെ കൂടി സൂചിപ്പിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഒരു 3 മാസത്തിന് മുമ്പ് 3.5 മാസക്കാലമാണ് ജയലളിത ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. രാഷ്ട്രീയത്തിലോ ഭരണരംഗത്തിലോ ഇടപെടാൻ കഴിയാതിരുന്ന ജയലളിത സ്വാഭാവികമായും AIDMKക്ക് നേതൃത്വം നൽകാൻ ഇനി ആരാണ് മുന്നോട്ട് വരേണ്ടത്, അല്ലെങ്കിൽ ജയലളിതയ്ക്ക് പിൻഗാമി ആര് എന്നുള്ള ചോദ്യം അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും അവിടെ ഒരു ബ്ലാങ്ക് മാർക്കാണ് പറയാൻ കഴിയുന്നത്. പനീർസെൽവം തന്നെ ആകുമോ സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക, AIDMK പനീർസെൽവം തന്നെയാകും നയിക്കുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഇപ്പോൾ അല്പം മുമ്പ് തന്നെ 2 നേതാക്കളുടെ ഭാഗത്തു നിന്ന് 2 തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു ജയലളിതയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും. സിജുവിലേക്ക് ഞാൻ എത്താം. ഇപ്പോൾ ശ്രീ അജയകുമാർ, ചെന്നൈ കേരള സമാജം സെക്രട്ടറി, അദ്ദേഹം ചെന്നൈയിൽ നിന്നാണ് ജോയിൻ ചെയ്ത് നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ. ഏതായാലും ആരോഗ്യനില സംബന്ധിച്ച് എന്തോ ഒരു പ്രഖ്യാപനം വരാനിരിക്കുന്നു എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് AIDMKയുടെ ഔദ്യോഗികമായും അനൌദ്യോഗികമായുമുള്ള തയ്യാറെടുപ്പുകൾ, ഒപ്പം തന്നെ തമിഴ്നാടിന്റെ മുഴുവനും തയ്യാറെടുപ്പുകൾ. ഇപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു ആശങ്കയും അഭ്യൂഹങ്ങളും പലയിടത്തും നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് ഒരു വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീ അജയകുമാർ? ഇവിടെ നിന്നുള്ള വിവരങ്ങൾ എന്നുള്ള രീതിയിലല്ല, ഒരു സാധാരണ ഇവിടെ ജീവിക്കുന്ന ഒരാളെന്ന രീതിയിൽ ജനങ്ങൾ വളരെയേറെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ആകാംക്ഷയുള്ളവരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രമാത്രം ഒരുപക്ഷെ അടുത്ത കാലത്ത് തമിഴകം കാണാത്ത രീതിയിലുള്ള ഒരു വൈകാരിക പ്രകടനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഭാവി ഇതിനെക്കുറിച്ച് ഉള്ള ഒന്നും തന്നെ ആർക്കും ഇപ്പം പറയാൻ. അതായത് ശ്രീ അജയകുമാർ, അവിടെ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്തോ ഒരു പ്രഖ്യാപനം വരാൻ വേണ്ടി ഉള്ള ഒരു സജ്ജീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ, അത് ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും ഉണ്ടാക്കുമെന്നുകൂടി കണ്ടുകൊണ്ടുള്ള പോലീസിനെ വിന്യസിക്കുന്നതടക്കം ഉള്ള വലിയൊരു തയ്യാറെടുപ്പാണോ ഇപ്പോൾ ചെന്നൈയിലുള്ളത്? അല്ല, ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന അത്തരത്തിലാണെന്ന് കരുതേണ്ടതില്ല. കാര്യം ഇത്തരമൊരു അവസ്ഥയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാവുന്ന ജനജീവിതത്തിന്റെ ഒരു സംരക്ഷണത്തിന് ആവശ്യമായ ഒരു തയ്യാറെടുപ്പ് എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ജയലളിത മുമ്പും ജയിലിലായ സമയത്ത് പോലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതായത് ഈ അപ്പോളോ ആശുപത്രിക്ക് ചുറ്റും മാത്രമല്ല, ഇപ്പോൾ താങ്കൾ നിൽക്കുന്ന പ്രദേശം എവിടെയാണ്?
ഞാൻ അവിടെ അല്ല, അതുകൊണ്ട് തന്നെ അവിടത്തെ ഒരു അവിടെ വളരെ യെസ്, ഏതായാലും ആ ഭാഗത്തടക്കം, അതായത് ചെന്നൈയിൽ ഉടനീളം ഇത്തരത്തിലൊരു അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഉടനീളം ഇത്തരത്തിലൊരു വലിയ സുരക്ഷ ഒരുക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, തീർച്ചയായും അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത്ര ഒരു വലിയൊരു ആ ഒരു പരിസരം, ആശുപത്രി പരിസരം ഒഴിച്ച് മറ്റുള്ളിടത്തൊന്നും ആ രീതിയിലുള്ള ഒരു വലിയ ഒരു പ്രശ്നമൊന്നും ജനജീവിതത്തെ ബാധിച്ചതായി തോന്നുന്നില്ല. ഇല്ല, ജനങ്ങളോടല്ല. നേരത്തെ തന്നെ സ്കൂളുകളൊക്കെ നേരത്തെ വിട്ടിരുന്നു, കോളേജുകളും സ്കൂളുകളും ഒക്കെ. അപ്പോൾ ഓഫീസൊക്കെ നേരത്തെ വിട്ടതായിട്ടാണ് അറിയാൻ സാധിച്ചത്. എല്ലാവരോടും നേരത്തെ വീട്ടിൽ പോകാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ എങ്ങനെയാണ്? ഈ ഏരിയയിലൊക്കെ തന്നെ സ്കൂളുകളൊക്കെ ഒന്ന് അമിതം അത്രയായിട്ട്. സാധാരണ ഇവിടുത്തെ എല്ലാ സ്കൂളുകളും 2:30, 3 മണി, 3:30 മണിക്കൊക്കെയാണ് വിടാറുള്ളത്. ഏകദേശം പേരൻസിന്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് കുട്ടികളെ വിട്ടു എന്നല്ലാണ്ട് ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം പല സ്ഥാപനങ്ങളിൽ എത്തിയതായിട്ട് എനിക്കറിയില്ല. ഏതായാലും വളരെ നന്ദി അജയ്കുമാർ. ചെന്നൈയിൽ നിന്നും അജയ്കുമാറാണ് നമ്മോട് സംസാരിച്ചത്. ഏതായാലും അപ്പോളോ ആശുപത്രിക്ക് സമീപത്ത് വലിയ രീതിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സിജു, ഒരുപക്ഷെ പല ഇടങ്ങളിലേക്കും ഇപ്പോഴും കാര്യങ്ങൾ എത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അല്പം മുമ്പാണ് കമ്മീഷണറുടെ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി കൂടുതൽ സേനയെ, അതായത് അപ്പോളോ ആശുപത്രിക്ക് ചുറ്റും തന്നെയുള്ള അല്ലെങ്കിൽ ചെന്നൈയിൽ തന്നെയുള്ള സുരക്ഷ ഒരുക്കാനുള്ള സജ്ജീകരണങ്ങൾ അത് പോരായിരിക്കും ഒരുപക്ഷെ തമിഴ്നാട്ടിൽ എല്ലാ ഇടങ്ങളിലേക്കും ഈ ഒരു സുരക്ഷ എത്തിക്കാൻ. അതുകൊണ്ട് കൂടുതൽ സേനയെ എത്തിക്കുന്നത് അടക്കം ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ അടക്കം സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുമോ? നേരത്തെ തന്നെ ഈ ജയലളിതയുടെ ആരോഗ്യസ്ഥ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ മാത്രം പടർന്നിരുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ അപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച ചെന്നൈയിലെ കേരള സമാജം പ്രതിനിധി അജയ്കുമാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അപ്പോളോ ആശുപത്രി പരിസരങ്ങളിൽ മാത്രമാണ് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത്. മറ്റു മേഖലകളിൽ നിന്നും എത്തരത്തിലൊരു ജനസഞ്ചയം കാണാനില്ല എന്നാണ് അജയ്കുമാർ എന്ന് പറഞ്ഞ കേരള സമാജം പ്രവർത്തകൻ, ചെന്നൈയിലെ കേരള സമാജം പ്രവർത്തകൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതെങ്ങനെ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കുമ്പോൾ അഭ്യൂഹങ്ങൾ, അതായത് ഔദ്യോഗികമായ യാതൊരു വിശദീകരണവും ജയലളിത ആരോഗ്യത്തെ സംബന്ധിച്ച് എന്താണ് കൃത്യമായ അവസ്ഥ എന്ന് സംബന്ധിച്ച് ഒരു വിശദീകരണവും ഒരു ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 മാസത്തെ കാലത്തെ അഭ്യൂഹങ്ങൾ തന്നെ ആകാം ഇതെന്നായിരിക്കും ഒരു ഒരു മാധ്യമപ്രവർത്തക ജോയ്സ് ജോയ് നമ്മോടൊപ്പം ചേർന്നുണ്ട് ടെലിഫോണിൽ. താങ്കൾ ചെന്നൈയിലാണോ എന്ന് കരുതുന്നു? അതെ, ഞാൻ ചെന്നൈയിലാണുള്ളത്. യെസ്, നമുക്ക് അവിടെ നിന്ന് ഇപ്പോഴും പല അഭ്യൂഹങ്ങളും ഉണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്, 6 മണിക്ക് എന്തോ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. AIDMKയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. നമുക്ക് അത്തരം കാര്യങ്ങൾ തന്നെയാണോ ചെന്നൈയിലും ഇപ്പോൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വാർത്തകൾ? ചെന്നൈയില് ഇന്ന് സ്കൂളുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു ഉച്ച കഴിഞ്ഞ് 3:00 കൂടെ ഇവിടെ സ്കൂളുകളെല്ലാം വിടാനുണ്ടായത്. എല്ലാ സ്കൂളുകളും വിട്ടു. IT സ്ഥാപനങ്ങൾ, ജോലി സ്ഥാപനങ്ങളെല്ലാം എല്ലാ ജോലിക്കാരെയും പറഞ്ഞു വിട്ടു. അവർക്ക് വീടുകളിൽ നിന്ന് ജോലി ചെയ്യാൻ നാളെ വീടുകളിൽ നിന്നും ജോലി ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടാണ് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റോഡില് നിറയെ വാഹനങ്ങളാണ്. സാധാരണ ഈ ഒരു സമയത്ത് കാണുന്നതിനേക്കാളും ഗതാഗത കുരുക്കാണ്. ആളുകൾ എല്ലാവരും എത്രയും പെട്ടെന്ന് വീടുകളിൽ എത്താനുള്ള തിരക്കിലാണ്. ബസ്സുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞാണ് പോകുന്നത്. റോഡുകൾ നിറയെ വാഹനങ്ങളാണ്. പിന്നെ കടകളെല്ലാം ഷട്ടർ ഇട്ടിരിക്കുകയാണ്. 4 മണി 5 മണി അല്ലെ ഒരു 3:30 4 മണി സമയത്തോടു കൂടിയാണ് പൊതുവെ ഇവിടെ തട്ടുകടകൾ സജീവമാകുക ചെന്നൈയില്. ആ തട്ടുകടകൾ പോലും ഇപ്പൊ ഷട്ടർ ഇട്ട നിലയിലാണുള്ളത്. ജോയ്സ്, ഇവിടെ ഇങ്ങനെ ഒരു അഭ്യൂഹം ഉള്ളതുകൊണ്ട് കടകൾ അടച്ചതാണോ അതോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? നിർദ്ദേശങ്ങളുണ്ട്, അത് അറിയത്തില്ല. പക്ഷെ എല്ലാ കടകളും അടച്ചിടുകയാണ്. കാരണം എങ്ങനെ എന്തായിരിക്കും വരിക? ഓൾറെഡി തന്നെ സ്കൂളുകൾ അടച്ചിട്ടുണ്ട്. അതുപോലെ ജോലി സ്ഥാപനങ്ങളോട് ജോലിക്കാരോടെല്ലാം പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോ ചെന്നൈ ചേട്ട്പട്ടിലാണുള്ളത്. ചേട്ട്പട്ടിലുള്ള ഒട്ടുമിക്ക IT സ്ഥാപനങ്ങളിൽ നിന്നും അതിന്റെ മുന്നിൽ വൈകുന്നേരം 4 മണി സമയത്തൊക്കെ നിറയെ വാഹനങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഒരു വാഹനം പോലും ഇല്ല. എല്ലാവരും പോയിരിക്കുകയാണ്. എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് നാളെ മുതൽ IT സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരോട് നാളെ മുതൽ വീടുകളിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി, വർക്ക് ഫ്രം ഹോം എടുക്കാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം സ്കൂളുകൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാം, അല്ലെങ്കിൽ കോളേജുകൾക്കും ഓഫീസുകൾക്കും ഒരുപക്ഷെ അവർക്ക് അങ്ങനെ ഒരു സജ്ജീകരണം എടുക്കാം. പക്ഷെ ഈ സാധാരണക്കാരായ ജനങ്ങൾ അവർ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? അതുപോലെ ഇങ്ങനെ ഒരു പാനിക് വാർത്ത പൊതുവിൽ പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടോ അവിടെ? ആളുകൾ കൂടി നിൽക്കുന്ന അവസ്ഥയില്ല. കാരണം ആളുകൾ എത്രയും പെട്ടെന്ന് വീടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ്
ഒരു ഒരു അരമണിക്കൂർ ഇതിലെ നടന്നപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. കാരണം ഇവിടെ കടകൾക്കെല്ലാം പെട്ടെന്ന് ഷട്ടറുകൾ വീഴാണ്. അപ്പോൾ സ്വാഭാവികമായും കടകൾ ഷട്ടർ വീണാല് ഫുഡ് ഗ്രെയിൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഭക്ഷണ സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആൾക്കാർ എത്രയും പെട്ടെന്ന് കടകളൊക്കെ അടയ്ക്കുന്നതിന് മുമ്പ് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക. അതുപോലെ അപ്പോളോ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ വേറെ എവിടെയും അങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്നത് കാണാൻ കഴിയുന്നില്ല. എല്ലാവരും എത്രയും പെട്ടെന്ന് വീടുകളിൽ ഇല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ എത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പോ ഈ അമ്മ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ADMK അനുഭാവികളോ അല്ലെങ്കിൽ സാധാരണക്കാരോ ഇതുപോലെയൊക്കെ കൂടുതൽ പേര് അപ്പോളോ ഹോസ്പിറ്റൽ അവിടേക്ക് ചെല്ലാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ അങ്ങനെ തടയുക എന്നെങ്കിലും നിർദ്ദേശമുണ്ടോ? പ്രത്യേകിച്ച് ഒരു സുരക്ഷാ ഭീഷണി എന്നുള്ള രീതിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. അവിടെ പോലീസുകാരുണ്ട്. ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കുന്ന എല്ലാ പോലീസുകാരോടും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഡ്യൂട്ടിയിൽ തുടരുക എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. എന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിന്റെ അവരുടെ റൂമിന്റെ തൊട്ടടുത്ത് കുറെ പോലീസുകാർ അവരടുത്ത് താമസിക്കുന്നത്. ഇപ്പൊ ഇന്നലെ രാത്രിയിൽ അവർക്ക് നിർദ്ദേശം വന്നു, എത്രയും പെട്ടെന്ന് ഡ്യൂട്ടിക്ക് എത്തുക എന്ന നിർദ്ദേശം വന്നു. അവരപ്പൊ തന്നെ പോവുകയും ചെയ്തു. പിന്നെ ഇതുവരെ അവർ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പോലീസുകാരോട് എല്ലാവരോടും ഡ്യൂട്ടിയിലെത്താനും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ആരോടും വീട്ടിൽ പോകരുതെന്നും എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ജോയ്സ്, നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണോ? അതായത് എന്ത് കാര്യങ്ങളായാലും അതിനെ ഇപ്പോൾ 6 മണി ഒരുപക്ഷെ ADMK ഒരു മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക എന്നൊരു തരത്തിൽ തന്നെയാണോ? അതെ, അങ്ങനെയാണ്. ഇപ്പോൾ മുഴുവൻ ഊഹാപോഹങ്ങളാണ് പരക്കുന്നത്. അണികൾ ഇപ്പോഴും ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്കതിൽ പൂർണ്ണമായിട്ട് വിശ്വാസമൊന്നുമില്ല. നമ്മൾ സംസാരിച്ച ADMK പ്രവർത്തകർ പോലും അങ്ങനെ വിശ്വാസം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവരത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ മാത്രമാണ് ഉള്ള ഏക പ്രതീക്ഷ, അല്ലാതെ വേറെ പുറത്ത് റിപ്പോർട്ടുകളൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. വളരെ നിൽക്കുന്ന പ്രദേശത്ത് പോലീസുകാരുണ്ടോ? ഇവിടെ പോലീസുകാരില്ല. ഇത് ചേർപ്പെട്ടാണ്. ചേർപ്പെട്ട് ഇത് അടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ പോലീസുകാർ വന്നിട്ടില്ല. പക്ഷെ തൊട്ടടുത്താണ് നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷനിലൊക്കെ രാവിലെ മുതൽ നിറയെ പോലീസുകാരാണ്. യെസ്, ഏതായാലും നന്ദി ജോയ്സ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും കോൺടാക്ട് ചെയ്യാം. നിലവിലെ ഒരു സാഹചര്യത്തിൽ ADMKയുടെ ഇപ്പോൾ മീറ്റിംഗിനായിട്ട് MLA-മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് റോയ്പേട്ടിലേക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. ADMK MLA-മാർ എത്തിക്കൊണ്ടിരിക്കുന്നു. 6 മണിയോടുകൂടി ADMKയുടെ മീറ്റിംഗ് പാർട്ടി ആസ്ഥാനത്ത് നടക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. MLA-മാരോട് എല്ലാം എത്താൻ നിർദ്ദേശമുണ്ടായിരുന്നു. 6 മണിയോടുകൂടി തന്നെ ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ പ്രഖ്യാപനം വരാനിരിക്കുന്നു എന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ ട്വീറ്റും ഉണ്ടായിരുന്നു. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കകൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. ഏതായാലും AIADMKയുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു ചേർത്തിരുന്നു. എല്ലാ MLA-മാരും 6 മണിയോടുകൂടി എത്തിച്ചേരണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. റോയ്പേട്ടയിലുള്ള AIADMK ആസ്ഥാനത്തേക്ക് എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 മണിയോടുകൂടി ഒരു സുപ്രധാനമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ട്വിറ്റർ സന്ദേശവും ഉണ്ട്. വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഉടനീളം പ്രത്യേകിച്ച് ചെന്നൈ അപ്പോളോ ആശുപത്രിക്ക് ചുറ്റുമായി വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ സേനയെ വിന്യസിക്കാനുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നു. നേരത്തെ തന്നെ ഗവർണർ വിദ്യാസാഗർ റാവു അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഒപ്പം തന്നെ മറ്റ് ഒരുപക്ഷെ വെങ്കയ്യ നായിഡു അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് തിരിച്ചിരുന്നു. മറ്റു മന്ത്രിമാരും മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിമാരും അടക്കമുള്ളവർ ഒക്കെ തന്നെയും അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഏതായാലും അവിടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മനു ശങ്കർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മനു, പ്രത്യേകിച്ച് സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെയും എങ്ങനെ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? എന്തോ ഒരു പ്രഖ്യാപനം വരാനിരിക്കുന്നു എന്ന് പലയിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ക്രോഡീകരിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഒടുവിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ട്വീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് മനു?
സൗമ്യ, തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമാണെന്ന് അപ്പോളോ ആശുപത്രി അധികൃതർ തന്നെ സ്ഥിരീകരിക്കുമ്പോഴും ചില ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ വരും നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തു വന്നേക്കുമെന്ന കാര്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന ചില തീരുമാനങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആശുപത്രിക്ക് അകത്തു വെച്ച് തന്നെ അണ്ണാ DMK MLA മാർ ജയലളിതയുടെ പിൻഗാമിയായി ഒ പനീർസെൽവത്തെ നിർദ്ദേശിച്ചുകൊണ്ട് പ്രസ്താവനയിൽ ഒപ്പിട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ആശുപത്രിക്ക് അകത്തു വെച്ച് തന്നെ ജയലളിതയുടെ അടുത്ത പിൻഗാമിയായി ഒ പനീർസെൽവത്തെ തന്നെ നിയോഗിക്കാം എന്നൊരു തീരുമാനം അണ്ണാ DMK MLA മാർ സ്വീകരിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. ഇതിനുശേഷം പ്രസ്താവനയിൽ ഒപ്പിട്ടു എന്നും വിവരം ലഭിക്കുന്നു. ഇത് തന്നെ ഈ നിലവിലെ മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണ്, വരും മണിക്കൂറുകളിൽ ആശങ്ക ജനിപ്പിക്കുന്ന ചില വാർത്തകൾ വന്നേക്കും. സാമാന്യയിലേക്ക് ഞാനെത്താം. ചെന്നൈയിൽ നിന്ന് മാധ്യമപ്രവർത്തക ധന്യ രാജേന്ദ്രൻ കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ധന്യ, പ്രത്യേകിച്ച് വലിയ ആശങ്കകൾ അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ തന്നെ നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായി സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ട്വീറ്റ് കൂടി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ധന്യ? സ്വാമി പറഞ്ഞത് എനിക്കറിയില്ല. അദ്ദേഹം 6 o'clock അനൗൺസ്മെന്റ് വരുന്നു പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഒരു നല്ലോണം ഭയമുണ്ട് ആൾക്കാർക്ക്. നിറയെ ആൾക്കാർ ഈ അപ്പോളോ ഹോസ്പിറ്റൽ അടുത്ത് അറ്റ്ലീസ്റ്റ് ആൾക്കാർ നിറയെ തിങ്ങിക്കൂടുന്നുണ്ട്. പക്ഷെ ചെന്നൈയിലെ മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പ്രശ്നമില്ല. എല്ലാവരും കടമോടുന്നുണ്ട്. ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾ തിരിച്ചു വരുന്നു, കുട്ടികൾ സ്കൂളിൽ നിന്നെല്ലാം വേഗം വന്നു. എല്ലാവരും വീട്ടിലേക്ക് എത്താനുള്ള ഒരു തിരക്കിലാണ് ഇപ്പോൾ. പക്ഷെ അപ്പോളോ ഹോസ്പിറ്റലിന് മുമ്പിലും ഇവിടെ അടുത്തുള്ള റോഡുകളെല്ലാം വളരെയധികം ജനങ്ങളാണ്. ഇപ്പോ ഈ അപ്പോളോ ഹോസ്പിറ്റൽ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുപ്പിക്കുമോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എയിംസ് ഡോക്ടേഴ്സ് വന്നത് കൊണ്ട് ചിലപ്പോൾ അവർ ഒരു സ്റ്റേറ്റ്മെന്റ് തരാൻ സാധ്യതയുണ്ട്. ഗവർണർ വരും എന്നൊരു സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധ്യതയുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നില്ല. നേരത്തെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, 6 മണിയോടുകൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന്. അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന്? ഇല്ല, ഇപ്പൊ അറ്റ്ലീസ്റ്റ് അപ്പോളോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ധാരാളം തരുന്നുണ്ടല്ലോ. അപ്പൊ ചിലപ്പോൾ അവർ 6 മണിക്ക് തരുമായിരിക്കും. എന്താച്ചാൽ ഈ നിൽക്കുന്ന കാർഡേഴ്സിനും പിന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർക്കും ഇപ്പൊ വളരെ ആശങ്കയാണ്. അതായത് ഇന്നലെ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു, ഇന്ന് വെരി ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞു. അവർ ഇതിനൊരു അവസാനത്തിന് കാത്തിരിക്കുക. അതൊരു ഗുഡ് ന്യൂസ് ആയാലും ബാഡ് ന്യൂസ് ആയാലും ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് കാത്തിരിക്കുകയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ. അതുകൊണ്ട് അപ്പോളോ ഹോസ്പിറ്റൽ എന്തെങ്കിലും പറയാതെ പറ്റില്ല. അതുകൊണ്ട് അവർ ഇന്ന് രാത്രിയും ഒരു ബുള്ളറ്റിൻ തരുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ സംബന്ധിച്ച കാര്യങ്ങൾ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? നേരത്തെ തന്നെ എഗ്മോയുടെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അതിന്റെ നിരീക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യവും കൃത്യമായി പറയാൻ സാധിക്കില്ല. എങ്കിൽ കൂടി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും? ഇപ്പൊ ജയലളിത വളരെ ക്രിട്ടിക്കൽ ആണെന്ന് 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, MLAs മീറ്റിംഗ് വിളിച്ചു, ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മീറ്റിംഗ് ഒരു 6:15 ചിലപ്പോൾ പാർട്ടി ഓഫീസ് നടക്കും. ഇതുവരെയ്ക്കും ഇവരൊക്കെ ഹോസ്പിറ്റലായിട്ട് 2.5 മാസമായി. ഇത് ആദ്യമായിട്ടാണ് MLAs മീറ്റിംഗ്. പാർട്ടിക്ക് തന്നെ അറിയാം ഇത് അത്യാവശ്യമാണ്. പാർട്ടിയിലെ ലീഡേഴ്സിനോടും MLAസിനോടും പറയുന്നത് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, വാട്ട് ഇസ് ദ പ്ലാൻ ബി. രണ്ടാമത്തെ കാര്യം, ഇത്രയും പോലീസ് ബന്ദോബസ്ത്. ഇത്രയും ദിവസമായി ജയലളിത ആശുപത്രിയിൽ അഡ്മിറ്റ് ആയെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇത്രയും പോലീസ് ബന്ദോബസ്ത് ഈ സിറ്റിയിൽ ഫുള്ള് പോലീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി പോലീസ് ആർ ഓൾസോ ടേക്കിംഗ് പ്രിക്കോഷൻസ്. മൂന്നാമത്, അപ്പോളോ ഹോസ്പിറ്റൽ ഇതുവരെയ്ക്കും ഫീവറിനും ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ സ്റ്റേഷൻസിൽ വെറുതെ ഡോക്ടേഴ്സ് വരുന്നു അവർ ട്രീറ്റ് ചെയ്യുന്നു മാത്രം പറഞ്ഞ അപ്പോളോ ഹോസ്പിറ്റൽ ഇന്നലെ ആദ്യമായി കാർഡിയാക് അറസ്റ്റ് ആണെന്നും ഇന്ന് വെരി ക്രിട്ടിക്കൽ എന്ന വാക്കും ഉപയോഗിച്ചു. ഈ 3 സയൻസും നമുക്ക് മതി. ജയലളിതയുടെ അവസ്ഥ തൽക്കാലം വെരി ക്രിട്ടിക്കൽ ആണ്. പാർട്ടിയും ഗവൺമെന്റും പോലീസും അപ്പോളോ ഹോസ്പിറ്റലും ഈ 4 പേരും ആക്ച്വലി ദേ ടേക്കിംഗ് പ്രിക്കോഷൻസ് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണമെന്ന്. ധന്യ, നേരത്തെ വൈക്കോ അവിടെ അടക്കം ഉള്ള നേതാക്കൾ അവിടെ സന്ദർശിക്കുകയുണ്ടായി അപ്പോളോ ഹോസ്പിറ്റൽ. അപ്പോൾ വൈക്കോ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, സെപ്റ്റിസീമിയ പോലെ ഒരു അസുഖം ബാധിച്ചിരുന്നതാണ് ജയലളിതയ്ക്ക്. പക്ഷെ അതൊക്കെ റിക്കവർ ചെയ്ത് എല്ലാം നോർമൽ കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹൃദയാഘാതം വന്നത് വലിയൊരു സംശയത്തോടു കൂടിയാണ് കാണേണ്ടത് എന്നൊക്കെ വൈക്കോ മാത്രമല്ല പല നേതാക്കളും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. ഒരു CBI അന്വേഷണം വേണമെന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടു. ഇങ്ങനെ ഒരു ആശങ്ക കൂടി ഉണ്ടോ ഇപ്പോഴത്തെ പെട്ടെന്നൊരു കണ്ടീഷനിൽ എങ്ങനെ ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായി എന്നൊക്കെ? ഇതാണ് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു സ്റ്റേറ്റിലെ ആൾക്കാർ ടെന്റ് ഹുക്ക് ഒരു ലീഡർക്ക് എന്ത് സംഭവിക്കുന്ന ആലോചിച്ചിട്ട് ആ സമയമാണ് വന്ന് പറയുന്നത് ഇങ്ങനത്തെ കോൺസ്പിറസി തിയറി. ഇത് പക്ഷെ അപ്പോളോന്ന് ഒരു പാഠമായിരിക്കണം. 1984 NG രാമചന്ദ്രൻ. ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. യെസ് വളരെ ഏതായാലും ധന്യയിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിലായി വളരെ വേഗം നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. ചെന്നൈയിൽ ഇപ്പോൾ
അപ്പോളോ ഹോസ്പിറ്റലിൽ ഏതായാലും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെങ്കിലും മറ്റു ഭാഗങ്ങളിലേക്ക് സുരക്ഷ ദീർഘിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ വിധത്തിൽ കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റു മേഖലകൾ, അപ്പോളോ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ ഒരു പ്രദേശം നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. മറ്റു പ്രദേശങ്ങളിലേക്ക് പോലീസിനെ നിലവിൽ വിന്യസിച്ചിട്ടില്ല. പക്ഷേ സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചു, ഓഫീസുകൾ നേരത്തെ അടച്ചു, ഷോപ്പുകളൊക്കെ പൂട്ടുന്നു. അതുകൊണ്ട് ഷോപ്പുകളൊക്കെ അടയ്ക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളൊരു തിരക്കുണ്ട്. ഏതായാലും പെട്ടെന്ന് ആളുകൾ വീട്ടിലേക്ക് പോകാനൊരു തിടുക്കം കാണിക്കുന്നുണ്ട്. എന്തോ ഒരു പ്രഖ്യാപനം വരാനിരിക്കുന്നു എന്നൊരു സൂചന അവിടെയും നൽകുന്നുണ്ട്. ഒരുപക്ഷെ അതിന്റെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ തമിഴ്നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മനു ശങ്കറിലേക്ക്, ഞങ്ങളുടെ റിപ്പോർട്ടറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മനു, ഈ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നത്, ADMKയുടെ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്, MLA കൊണ്ടിരിക്കുന്നു എന്നതൊക്കെയാണ് റിപ്പോർട്ടുകൾ. ഇവിടെ ഒരു ഭാഗത്ത് ആരാണ് ഇനി അടുത്തതായി വരാനിരിക്കുന്നത്, അല്ലെ പനീർശെൽവത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു, ആ വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അപ്പം തന്നെ എല്ലാ MLA-മാരെയും വിളിച്ചു ചേർത്ത് മറ്റ് നേതാക്കളെല്ലാം അപ്പോളോയിലേക്ക് എത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ തയ്യാറെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ആശങ്കകൾ കൂടുതൽ ശക്തമാവുകയല്ലേ മനു? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം ഈ ജയലളിതയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ ഗുരുതരമായി വരുന്നു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെയും ഒരു പുരോഗതി മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് അപ്പോളോ ആശുപത്രി അധികൃതർ തന്നെ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഈ പിൻഗാമിയായി പനീർസെൽവത്തെ നിയോഗിക്കാം എന്നൊരു തീരുമാനം അണ്ണാ DMK MLA-മാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഇത് തീർച്ചയായും വരും മണിക്കൂറുകളിൽ ഒരു ആശങ്കയുണർത്തുന്ന വാർത്തകൾ പുറത്തു വന്നേക്കും എന്ന സൂചനകൾ ശക്തിപ്പെടുത്തുന്ന ചില തീരുമാനങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ട് 6:15 ഈ പാർട്ടി ആസ്ഥാനത്ത് തന്നെ AIADMK MLA-മാരുടെ യോഗം വിളിപ്പിച്ചിരിക്കുന്നത്. ഈ അടിയന്തര യോഗത്തിലും ഈ ജയലളിതയുടെ പിൻഗാമി പനീർസെൽവത്തെ പിന്തുണച്ച് MLA-മാർ രംഗത്തെത്തിയേക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം കൂടുതൽ പോലീസുകാരെ കൂടി അപ്പോളോ ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കാനുള്ളൊരു തീരുമാനമാണ് തമിഴ്നാട് ഉന്നത പോലീസ് വൃത്തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ കൂടി ആശുപത്രിയുടെ പരിസരത്ത് വിന്യസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് മാത്രം പോലീസുകാരെ നിർത്തി ബാക്കി 75% പോലീസുകാരെയും ക്രമസമാധാന പാലനത്തിനായി കൂടുതൽ ശക്തിയായി ഉപയോഗിക്കാൻ ഒരു തീരുമാനമാണ് തമിഴ്നാട് പോലീസും സ്വീകരിച്ചിരിക്കുന്നത്. മുഴുവനായി തന്നെ ക്രമസമാധാന നില കയ്യിൽ അടിയന്തരമായി തന്നെ നിയന്ത്രണ വിധേയമായതിനു ശേഷം മാത്രം ഒരു ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകളാണെങ്കിൽ പോലും ഇത് പുറത്തുവിടുക എന്നൊരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും തമിഴ്നാട് സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഗവർണർ വിദ്യാസാഗർ റാവു ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിലാണ് ഉള്ളത്. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവും അല്പസമയങ്ങൾക്കകം ആശുപത്രിയിൽ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഇതിനു മുന്നോടിയായി ഗവർണർ വിദ്യാസാഗർ റാവു ആശുപത്രിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപോടിയായി പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ആശങ്കപ്പെടേണ്ട രീതിയിലല്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി പറയുന്നത്. ആവശ്യത്തിനുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. CRPF-ഉം CASF-ഉം ഈ അപ്പോളോ ആശുപത്രിക്ക് പരിസരത്തും അതോടൊപ്പം ചെന്നൈയിലും സുപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. CRPF-ന്റെയും ആളുകൾ ഏതായാലും വലിയ വൈകാരികമായാണ് അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ